അപ്പോൾ നമ്മൾ ഇവിടുന്ന് 1 2 3 4 5 6 7 8 റൗണ്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തു. അപ്പോൾ നമുക്ക് 28 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഓരോ റൗണ്ടും നിങ്ങൾ കൗണ്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഞാൻ ഇവിടുന്ന് സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ടില്ല. അങ്ങനെ 8 റൗണ്ട് കൗണ്ട് ചെയ്തപ്പോൾ എനിക്ക് ഇവിടുന്ന് 28 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി ഡിക്രീസിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നല്ലോണം അധികം ടൈറ്റും ആവരുത്. ഈ നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ നെക്കിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് വിരൽ വെച്ചിട്ട് അല്ലെങ്കിൽ സൂചി കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ആ ഒരു ഭാഗം ഒടിഞ്ഞു പോവാതെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല സ്റ്റിഫ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. നല്ലോണം അധികം ഓവറും ആവരുത്, അധികം കുറയും ചെയ്യരുത്. ആ ഒരു രീതിക്ക് കുറച്ച് ചെയ്ത് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്ത് ഉള്ളോട്ട് ഇങ്ങനെ ആക്കുക. അതിന് ശേഷം നമുക്ക് ഇനി കുറച്ചും കൂടി ഫില്ല് ചെയ്യാനുണ്ടാവും. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഡിക്രീസ് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വിരലുകൊണ്ടൊക്കെ നല്ലോണം കുത്തിയിട്ട് അത്യാവശ്യം ടൈറ്റായി എന്ന് തോന്നുന്ന വരെ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ 28 സ്റ്റിച്ചസാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ സെയിം സ്പേസിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കാം. അതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ്. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, അടുത്തതിൽ ഒരു ഡിക്രീസിങ് ചെയ്തു. ഇനി വീണ്ടും അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. നമുക്കൊരു ഡിക്രീസിങ് സിംഗിൾ ക്രോഷ്യ ഇൻവിസിബിൾ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഈ റൗണ്ട് മുഴുവൻ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ്. ഡിക്രീസിങ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും മൂന്നാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യാം. യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഈ ഫിംഗറിനെ കൊണ്ട് ഇങ്ങനെ ഈ ഒരു ഫൈബർ ഫില്ലൊക്കെ ഒന്ന് നല്ലോണം താഴത്തേക്ക് ആക്കി കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരും. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യാം. ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 20 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിൽ വീണ്ടും നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവൻ ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ ഒരു 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ളത് ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 16 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് നിങ്ങൾ ചെയ്യണേ. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിനിലും ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട്
അതിൽ നമുക്ക് ഫസ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഫസ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ എല്ലാ 8 ചെയിനിന് 16 ചെയിനിനെ 8 ചെയിനാക്കി ഡിക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അതിന് ശേഷം അടുത്ത ചെയിനിൻ്റെ ഫസ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡിക്രീസിങ് ആയി. ഇനി അടുത്ത ചെയിൻ ഫസ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക, ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും അടുത്ത ചെയിനിൻ്റെ ഫസ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക, ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ നമുക്ക് 8 പ്രാവശ്യം ചെയ്യുമ്പോൾ 16 സ്റ്റിച്ചിനെ നമ്മൾ 8 സ്റ്റിച്ച് ആക്കിയിട്ട് ഡിക്രീസിങ് ആവും കേട്ടോ. അപ്പോൾ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവിസിബിൾ ഡിക്രീസിങ് സ്റ്റിച്ചാണ് കിട്ടുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സാധാ ഡിക്രീസിങ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ സ്റ്റിച്ചസ് ഇങ്ങനെ ഹോളായിട്ട് കാണും. അപ്പോൾ നമ്മൾ ഫില്ലൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇൻവിസിബിൾ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്രണ്ട് ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 16 സിംഗിൾ ക്രോഷ്യ 16 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിനെ നമ്മൾ 8 സ്റ്റിച്ചസ് ആയിട്ട് ഡിക്രീസിങ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹോൾ ഇവിടെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ നൂലൊന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നോക്കുക, നമ്മൾ ഫൈബർ ഫിൽസ് ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്റ്റഫ് ചെയ്ത ഭാഗം നോക്കിയിട്ട് നമുക്കിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ നോക്കിയിട്ട് അധികം ടൈറ്റ് ആവരുത് കേട്ടോ. നമ്മൾ ബേബി സോഫ്റ്റ് ടോയ് ആയതുകൊണ്ട് ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റിയതായതുകൊണ്ട് നമ്മൾ സോഫ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം കട്ടി ഉണ്ടാവാൻ പാടില്ല. അത് വെച്ചിട്ട് അധികം ലൂസ് ആവാനും പാടില്ല. ഇനി നമുക്ക് കുറച്ച് ടൈലൈൻഡ് എടുത്തിട്ട് യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. യാണ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു യാണ് വലിച്ച് പുറത്തേക്ക് എടുക്കാം. ഇനി നമ്മൾ നീഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാ നീഡിൽ എടുക്കുക. എന്നിട്ട് അതൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ യാണിലേക്ക് അതൊന്ന് കോർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എല്ലാ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ടാണ് ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ കൂടി ഈ സ്റ്റിച്ചസ് വലിച്ചു കൊടുക്കുക. വീണ്ടും അടുത്ത ഫ്രണ്ട് ലൂപ്പ് എടുക്കുക. എന്നിട്ട് ഈ ഒരു നീഡിൽ അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. എന്നിട്ട് എല്ലാ ചെയിനിലും 8 സ്റ്റിച്ചസ് ഉണ്ട്. 8 സ്റ്റിച്ചസിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചുറ്റിലും ഈ ഒരു യാണിങ്ങനെ വലിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ആ ഒരു ഹോള് റിമൂവ് ആയി കിട്ടും കേട്ടോ. അവിടെ അങ്ങനെ വലിച്ചു കൊടുത്തപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ നീഡിലെടുത്തിട്ട് ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് ഇങ്ങനെ നീഡിലെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. കുറച്ചധികം വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ നീഡിലെടുത്തിട്ട് നമ്മൾ ക്രോഷ്യ നീഡിലെടുത്തിട്ട് ഈ ഒരു ഉള്ളോട്ടേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഊരി പോവാതെക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മൾ നേരത്തെ ഹാൻഡിൻ്റെ ഭാഗത്ത് വെച്ചിട്ടുള്ളതാണ്. അതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഹാൻഡിലിൻ്റെ അടിയിലും ആ ഒരു ബാക്ക് സൈഡ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നൂലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ നൂല് പിന്നെ നമുക്ക് ഈ ഒരു കൈൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കി കൊടുക്കാം. തൂങ്ങി നിൽക്കുന്ന നൂലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചധികം എടുത്തിട്ട് കട്ട് ചെയ്യുക. അതിന് ശേഷം ഈ ബാലൻസ് ഉള്ള യാണ് ഇങ്ങനെ ആ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഊരി പോവാനൊക്കെ ചാൻസ് ഉള്ളതാണ്. ആ ഒരു തെമ്പ് വെച്ച് കട്ട് ചെയ്താൽ അതിനാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. യാണൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏഞ്ചലിൻ്റെ ബോഡി പാർട്ടും ഹെഡൊക്കെ ഇവിടെ 2 കൈകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കണ്ണ് തുന്നി കൊടുക്കണം. ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡ് ആണോ നോക്കുക. ബാക്ക് സൈഡ് നമ്മൾ ജോയിൻ ചെയ്ത ആ ഒരു ഭാഗം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ബാക്ക് സൈഡ്
ഇത് ഫ്രണ്ടിൽ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ടിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് എടുക്കാം. 4 ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 താഴത്തുനിന്ന് 6ാമത്തെ റോയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടുന്ന് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അവിടുത്തെ നീഡിൽ വെച്ചു. ഇവിടുന്ന് 1 2 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത നീഡിൽ വെച്ചു. പിന്നെ മറ്റേ കണ്ണിനും ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത നീഡിൽ വെച്ചു. ഇനി നമ്മൾ ബ്ലാക്ക് കളർ ആണ് ഈ ഒരു സൂചിയിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ കോർത്ത് കൊടുക്കാം. ഈ ഒരു നീഡിൽ നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ആ സ്പേസിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു യാൺ നീഡിൽ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ യാൺ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ കെട്ടിയ ഭാഗം അതിങ്ങനെ ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അടുത്ത ഇങ്ങനെ തല തിരിച്ച് പിടിക്കുക കേട്ടോ. തിരിച്ച് പിടിച്ചതിന് ശേഷം ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ഈ നീഡിൽ ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം താഴത്തെ ഒറ്റ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ ഒറ്റ സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ താഴെ 5ാമത്തെ റൗണ്ടിൻ്റെ ആ ഒരു സ്റ്റിച്ചിലേക്ക് നമുക്കിങ്ങനെ ഹുക്ക് ആക്കി കൊടുക്കാം. നിങ്ങൾ അതിനിങ്ങനെ വലിച്ചതിന് ശേഷം ഈ ഒരു റാ പോലെ കിട്ടുമല്ലോ, അപ്പോൾ ആ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നീഡിൽ മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സ്ലീപ്പിംഗ് ഐ ആണ് നമ്മൾ വെക്കുന്നത്. അതിന് ശേഷം ആ സെയിം ചെയിനിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നിങ്ങൾ സൂം ചെയ്ത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഈ അടുത്ത നീഡിൽ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ബീഡ്സിലേക്ക് ഈ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഒരു കണ്ണ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഇങ്ങനെ തല കുത്തനെ പിടിച്ചിട്ട് ഈ ഒരു നീഡിൽ നമ്മൾ വെച്ചിട്ടുള്ള ബീഡ്സിൻ്റെ അതിലേക്ക് നീഡിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ അടുത്ത സ്റ്റെപ്പിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു യാൺ വലിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു യാൺ ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് മുകളിലേക്ക് വലിക്കുക. ഇനി തൊട്ടടുത്ത ആ ഒരു ചെയിനിൽ തന്നെ നമുക്ക് ഈ ഒരു ഐസ് എടുത്തിട്ട് ബാക്ക് സൈഡിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള യാണുണ്ടല്ലോ, ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലാണല്ലോ ആഡ് ചെയ്തത്, ആ ഭാഗത്തേക്ക് തന്നെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 2 സ്ലീപ്പിംഗ് ഐസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരേ പോകിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്യാം. അതിന് ശേഷം ഈ ഹുക്ക് നമ്മൾ നീഡിൽ ക്രോഷ്യ ഹുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് അവിടുന്ന് ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ണിവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ബോഡി പാർട്ടും ഒക്കെ അറ്റാച്ച് ആയിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് ഐസ് 2 നമ്മൾ തുന്നി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഭാഗം ക്യാപ്പും ഹാർട്ടും ഒക്കെ മേക്ക് ചെയ്യാൻ